യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുറേ അധികം നാളായിട്ട് പിതാവിനെയും പുത്രനെയും കുറിച്ചുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പല വീഡിയോകളും അയച്ചെങ്കിലും ഇന്നും അത് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയാത്ത നമ്മുടെ സഹോദരന്മാർ നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നും ഞാൻ ആ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെയാണ് ഇന്നും സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായും എനിക്കൊരു വിഷയം നിങ്ങളോട് പറയാനുള്ളത്, ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യും. അനാദികാലങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്നൊരു മർമ്മമാണ് ക്രിസ്തു എന്നൊരു ദൈവമാണ്. ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടു. അത് പൂർവ്വകാലങ്ങളിൽ വെളിപ്പെട്ടിരുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പല അധ്യായങ്ങളും പല ലേഖനങ്ങളും ഒക്കെ വായിക്കണം. അല്ലാതെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം ഒരു ചോദ്യത്തിനൊരു മറുപടി ചിലപ്പോൾ വേറൊരു ഭാഗത്താണ് കിടക്കുന്നത്. അത് നമ്മൾ കണ്ടെടുക്കണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അതായത് ദൈവം സ്വർഗത്തിൽ വെച്ച് പ്ലാൻ ചെയ്യുമ്പോൾ ഭൂമിയിലോ സ്വർഗത്തിലോ ഒന്നും ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ ഉദ്ദേശം അത് ദൈവം ചെയ്തെടുത്തു. ആ ഉദ്ദേശം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ച് തന്നെയായിരുന്നു. ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ദൈവം സൃഷ്ടിച്ചെടുക്കണം. കാരണം എന്തുകൊണ്ടാ? ദൈവമല്ലാതെ മറ്റൊരുത്തനില്ല, ദൈവമല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പം ദൈവത്തിൻ്റെ പദ്ധതി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ക്രിസ്തു വേണം, പരിശുദ്ധാത്മാവ് വേണം, ദൂതന്മാർ വേണം, പ്രവാചകന്മാർ വേണം, അപ്പോസ്തലന്മാർ വേണം, വിശ്വാസികൾ വേണം. അത് ദൈവം ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒന്നുമില്ലാതിരിക്കുമ്പോൾ, ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവം തൻ്റെ പുത്രനെ ജന്മം കൊടുക്കുക. സ്വർഗത്തിനും ഭൂമിയിലും ഒന്നുമില്ല, ഭൂമിയും ആകാശവും ഭൂമിയും ഉണ്ടായിട്ടില്ല. അതിനു മുമ്പ് സ്വർഗത്തിൽ വെച്ച് ദൈവം പ്ലാൻ ചെയ്യും. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ആ മറഞ്ഞിരുന്ന ഒരു മർമ്മം, ആ മറഞ്ഞിരുന്ന മർമ്മമായ ക്രിസ്തുവിനെ ദൈവം രൂപപ്പെടുത്തിയെടുക്കുക. അത് ദൈവം എന്ത് ചെയ്യുമെന്ന് ആർക്കും അറിയത്തില്ല. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ മാത്രം അതിനെക്കുറിച്ചൊരു വാക്യം എഴുതി. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദിജാതനുമെന്ന് കാര്യം പൗലോസ് അപ്പോസ്തലനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പൗലോസ് അപ്പോസ്തലൻ എന്താണ് വെളിപ്പെടുത്തിയത്? അത് ആ പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തിയത് നമുക്ക് വെളിപ്പെടാൻ പാടുള്ളൂ, അല്ലാതെ വേറെ ഒന്നും നമുക്ക് വെളിപ്പെടാൻ പാടില്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തിയത് അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദിജാതനും. അപ്പം നമുക്കൊരു പ്രതിമ എന്ന് പറയുമ്പോൾ ദൈവത്തിനൊരു പ്രതിമ സൃഷ്ടിച്ചിട്ട് ആ പ്രതിമയ്ക്ക് ദൈവത്തിൻ്റെ തേജസ്സാകുന്ന ദേഹരൂപം മുഴുവനും കൊടുത്തിട്ട് ആ പ്രതിമയുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ അങ്ങ് വെച്ചാൽ നമുക്കെന്താണ്? നമുക്ക് ആർക്കെങ്കിലും ചോദിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും അതിനെ നമുക്ക് ചോദിക്കാൻ പറ്റുമോ? നമുക്കൊന്നും ചോദിക്കാൻ പറ്റില്ല. ദൈവം ഒരു പ്രതിമയുണ്ടാക്കി. ഇപ്പോൾ എത്രയോ റോബോട്ടുകളെ ലോകം ഉണ്ടാക്കിയെടുക്കും. ആ റോബോട്ടിന് ജീവൻ കൊടുക്കുന്നില്ല, കണ്ടില്ലേ? ബാറ്ററി വെച്ച്. അത് കമ്പ്യൂട്ടറാണ് അതിനകത്ത് പ്രവർത്തിക്കുന്നത്. ആ റോബോട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി വരുന്നു. ഇപ്പോൾ റോബോട്ട് നമുക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നു, എല്ലാ ജോലികളും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവം എത്രയോ കോടാനക്കോടി വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്ന ഒരു മർമ്മമെന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന ദൈവമർമ്മം. ആ മർമ്മത്തിനെ ദൈവം എന്ത് ചെയ്തു? ദൈവം ഒരു പ്രതിമയുണ്ടാക്കി. ദൈവപ്രതിമയായ ക്രിസ്തു എന്ന് 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ട്. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിലെ ദൈവം അവിശ്വാസിയുടെ മനസ്സുണ്ടാക്കി. അപ്പോൾ ദൈവപ്രതിമയായ ക്രിസ്തു, അപ്പോൾ ഒരു ക്രിസ്തുവിൻ്റെ ഒരു പ്രതിമ ദൈവം സൃഷ്ടിച്ചിട്ട് ആ പ്രതിമയ്ക്ക് ദൈവം
ദൈവത്തിൻ്റെ തേജസ്സാകുന്ന ദേഹരൂപം കൊടുത്തെങ്കിൽ, അത് കൊടുത്തില്ലെന്ന് പറയാൻ പറ്റുമോ? കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:9 വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കണല്ലോ, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ തേജസ്സും ദൈവത്തിൻ്റെ ദേഹരൂപവും ആ പ്രതിമയ്ക്ക് കൊടുത്തിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ എടുത്ത് ആ പ്രതിമയുടെ ഉള്ളിലാക്കി. അപ്പോൾ ക്രിസ്തു എന്ന ദൈവപ്രതിമയായില്ലേ? ക്രിസ്തു എന്ന ദൈവപ്രതിമ ആയില്ലേ? ആ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എന്താ? ദൈവത്തിനും മനുഷ്യർക്കും ഏക മധ്യസ്ഥൻ ഒരുത്തൻ വേണം. ആ മധ്യസ്ഥനായിട്ട് ദൈവം പഴയ നിയമത്തിൽ തന്നെ അങ്ങോട്ട് പോകും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന അവിടം മുതൽ ഈ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായ ഒരുവനുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ദൈവത്തിൻ്റെ ദേഹരൂപം കൊടുത്തു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:9 വാക്യത്തിൽ നമുക്ക് കാണുന്നു. ഇനി ദൈവത്തിൻ്റെ ആത്മാവിനെ കൊടുത്തു. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ ഉള്ളിൽ വെച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ദൈവം പറയുന്നു, നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും അവൻ എനിക്ക് പുത്രനും ഞാൻ അവന് പിതാവുമായിരിക്കുന്നു എന്നേക്കുമായിട്ട് ദൈവം പറഞ്ഞു. എന്നേക്കും പുത്രൻ. ക്രിസ്തു എന്നേക്കും ദൈവത്തിൻ്റെ പുത്രനും ദൈവം എന്നേക്കും ദൈവവുമാണ്. അതിന് മാറ്റമില്ല. ദൈവത്തിൻ്റെ സ്വഭാവം ത്യജിപ്പാൻ ദൈവത്തിന് കഴിയില്ല. ദൈവം പറഞ്ഞ വാക്കുകൾ വിശ്വത്തിനും വാക്ക് പറഞ്ഞതിനും മാറാത്തവനാണ്. അപ്പോൾ ദൈവം പറഞ്ഞ വാക്കിൽ നിന്നും മാറാൻ പറ്റത്തില്ല. ദൈവം ഒരു പുത്രനെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, പുത്രൻ നീ എൻ്റെ പുത്രൻ എന്ന് പറഞ്ഞെങ്കിൽ അത് എന്നേക്കും പുത്രൻ തന്നെയാണ്. അപ്പോൾ ഈ പുത്രനെ സ്വർഗത്തിൽ സകല മഹത്വത്തിനും യോഗ്യനായിട്ടിരുന്നവനാണ്. അപ്പോൾ കാലസമ്പൂർണത വന്നപ്പോൾ ആ പുത്രൻ ആ ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ടായിരുന്ന സ്വർഗത്തിലുണ്ടായിരുന്ന എല്ലാ മഹത്വവും വെടിഞ്ഞിട്ട് ഈ താഴ്ന്ന ഭൂമിയിലേക്ക് വന്നു. താഴ്ന്ന ഭൂമിയിലേക്ക് വരുമ്പോൾ മനുഷ്യ ശരീരമെടുത്താണ് വന്നിരിക്കുന്നത്. പഴയ നിയമത്തിലൊക്കെ ന്യായപ്രമാണ കാലത്തും അബ്രഹാമിൻ്റെ കാലത്തും അതേപോലെ ആദാമിൻ്റെ കാലത്തുമൊക്കെ അവൻ ദൈവമായിട്ട് പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണ്ണമാകുമ്പോൾ സ്ത്രീയുടെ സന്തതിയായിട്ട് ദൈവപുത്രനായിട്ട് വന്നു. ദൈവപുത്രനായ മനുഷ്യപുത്രനായിട്ട് വന്നിരിക്കും. ഇപ്പോൾ മനുഷ്യപുത്രനായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ കാണും. അവിടെ ഇങ്ങനെയാണ് കർത്താവായ യേശു അവിടെ പ്രാർത്ഥിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം, ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിൻ്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. എന്താണ് ആ പ്രാർത്ഥന? അവിടെ പ്രാർത്ഥിക്കേണ്ട വിഷയം എന്താണ്? കാരണം പിതാവിൻ്റെ സന്നിധിയിൽ പുത്രൻ ഇരുന്നപ്പോൾ ആ മഹത്വം ഉണ്ടായിരുന്നു. ഇപ്പോൾ മനുഷ്യപുത്രനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ആ വിഷയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇപ്പോൾ എന്തുകൊണ്ട് ഇത് പ്രാർത്ഥിക്കുന്നു? അപ്പോൾ ഇത് സ്വതവേ ഉണ്ടായതല്ല. ദൈവമായ പിതാവായ ദൈവം പുത്രന് കൊടുത്തതാണത്. പിതാവായ ദൈവത്തിൻ്റെ തേജസ് കൊടുത്തിരുന്നു, പുത്രന് കൊടുത്തിരുന്നു. പിതാവായ ദൈവത്തിൻ്റെ ആത്മാവിനെ പുത്രന് കൊടുത്തിരുന്നു. പിതാവ് ചെയ്യാനുള്ള പ്രവൃത്തികളെല്ലാം പുത്രനെ കൊണ്ട് ചെയ്യിക്കുവാൻ പുത്രന് കൊടുത്തിരുന്നു. അപ്പോൾ ഇതെല്ലാം പുത്രനെ അറിയാം, ഇതെല്ലാം പിതാവിൻ്റെതാണ്. അത് എനിക്ക് തന്നതാണെന്ന് പുത്രൻ അറിയും. അതുകൊണ്ടാണ് പുത്രൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്, പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിൻ്റെ അടുക്കൽ മഹത്വപ്പെടുത്തണം. കാരണം അത് എനിക്ക് സ്വതവേ ഉള്ളതല്ല, എനിക്കിത് പിതാവ് തന്നതാണെന്ന് പുത്രന് അറിയാം. അതുകൊണ്ടാണ് പുത്രൻ ആ വിഷയം ഇന്ന് ഇവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നത്. അത് പുത്രന് സ്വതവേ ഉള്ളതാണെങ്കിൽ പുത്രനെ എടുത്താൽ പോരെ, പിതാവിനോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ.
അപ്പോൾ യേശു ദൈവമാണ്, ദൈവമാണ്, യേശു ദൈവമാണ്, യേശു അല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് പറയുന്ന വ്യക്തികളൊന്നും മനസ്സിലാക്കണം. ഇന്ന് യേശു ആരിലും വലിയവനാണെന്നുള്ള പാട്ട് പാടി ഇന്ന് സഭകളിൽ കൈകൊട്ടാറുണ്ട്. അത് ഭൂമിയിലും യേശുവാണ് ഏറ്റവും വലിയവൻ. ഭൂമിയിൽ ഏറ്റവും വലുത് യേശു തന്നെയാണ്. ആകാശത്തിനും കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട മറ്റൊരു നാമവും വേറെ ഇല്ല, യേശു എന്ന നാമം മാത്രമേ ഉള്ളൂ. എന്നാൽ സ്വർഗത്തിലും അവനാണ് വലിയവൻ. സ്വർഗത്തിലും എന്നേക്കാൾ ആരുമില്ല, വലിയവനായിട്ട് ആരുമില്ല എന്നുള്ള പാട്ട് എഴുതിയത് തെറ്റാണ്. അത് ദൈവത്തിന് നിരക്കാത്തൊരു പാട്ടാണ്. കാരണം യേശു ഭൂമിയിലായിരുന്നെങ്കിലും സ്വർഗത്തിലായിരുന്നെങ്കിലും പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗത്തിലായിരുന്നപ്പോൾ പോലും പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ച് ജീവിക്കുന്നവനാണ് യേശു ക്രിസ്തു. ആ ക്രിസ്തു ഭൂമിയിൽ വന്നിട്ടും പിതാവിനെ മഹത്വപ്പെടുത്തി ജീവിച്ചവനാണ് യേശു. അപ്പോൾ യേശുവിനേക്കാൾ വലിയവൻ ആരുമില്ല, സ്വർഗത്തിലുമില്ലെന്ന് എഴുതി പാടുന്ന പാട്ടെല്ലാം പോഷ്കാണ്, ദൈവത്തിന് വിരോധമാണ്. അത് പിശാച് മുതലെടുക്കുന്നൊരു പാട്ടാണ്. അപ്പം വചനത്തെക്കുറിച്ച് തിരിച്ചറിവില്ലാത്തവരാണ് അങ്ങനെ പാട്ടെഴുതി പാടുന്നത്. അത് ഒരു കൂട്ടായ്മയിലുള്ള എല്ലാവരും പാടിയാണ്. ഇന്നത് മിക്ക കൂട്ടായ്മകളും ആ പാട്ടുണ്ട്. പിതാവിനേക്കാൾ വലിയവനാണെന്നും യേശുവിനേക്കാൾ വലിയവൻ ആരുമില്ലെന്നുള്ള പാട്ട് പാടി ആരാധിക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഭയങ്കര വിരോധാഭാസമാണ്. അത് നമുക്ക് ആർക്കും അത് ചിന്തിച്ചാൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെ വ്യക്തമായിട്ടൊരു കാര്യം യേശു ഇവിടെ പറയുന്നുണ്ട്. 8-ാം വാക്യത്തിൽ, യോഹന്നാൻ 17:8 വാക്യത്തിൽ പറയുന്നത്, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു എന്നാണ്. ഇന്ന് വചനത്തെ കോട്ടിക്കളയുന്ന ചില വ്യക്തികൾ ഇന്ന് നമ്മുടെ ഈ പെന്തക്കോസ്ത് സമൂഹത്തിലുണ്ട്. അവർ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം എടുത്തിട്ട് ആദിയിൽ വചനം ഉണ്ടായിരുന്നെന്നും വചനം ദൈവത്തോടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു പറയും. ഈ വചനം യേശുവാണെന്ന് പറയുന്നവരാണ് ഇന്ന് ഭൂരിഭാഗമുള്ളത്. ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്. 8-ാമത്തെ വാക്യം, യോഹന്നാൻ സുവിശേഷം 17:8 വാക്യം പറയും, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. സ്തോത്രം. ഇനി ഈ അധ്യായത്തിൽ തന്നെ യേശു പറയുന്നുണ്ട്, നിന്റെ വചനം സത്യമാണെന്ന്. നിന്റെ വചനം സത്യമാണെന്ന് യേശു പറയുമ്പോൾ ഇന്ന് നമ്മുടെ ആത്മീയ ഗോളത്തിൽ എത്രയോ ജനങ്ങളാണ് പറയുന്നത് യേശു വചനമാണെന്ന് പറയുന്നത്. ഒന്ന് മനസ്സിലാക്കണേ. പിതാവേ, നിന്റെ വചനം സത്യമാണെന്നാണ് യേശു ഇവിടെ പ്രാർത്ഥിക്കുന്നത്. 8-ാം വാക്യത്തിൽ പറയുന്നു, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ടു. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചു വരിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു എന്നാണ് യേശു പറയുന്നത്. ഇനി ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമുണ്ട്. 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിനെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടത്. അപ്പം ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ എന്നൊരു വാക്കുണ്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഉടനെ അതിനെ എടുത്തിട്ട് പിന്നെ ഇവർ പറയുന്നത് യേശുവും പിതാവും യേശുവും ഒന്നാണ്, ഒരു ശരീരമാണ്. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത് എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണം. ഇവിടെ 10-ാമത്തെ വാക്യത്തിൽ, യോഹന്നാൻ സുവിശേഷം 17:10 വാക്യത്തിൽ കർത്താവ് പറയുന്നു, എൻ്റേതെല്ലാം നിൻ്റേതും നിൻ്റേത് എൻ്റേതുമാകും, ഞാൻ അവരിൽ മഹത്വപ്പെട്ടുപിടിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ഇവിടെ പറയുന്നു എൻ്റേതെല്ലാം നിൻ്റേതും നിൻ്റേത് എൻ്റേതും. പിതാവ് പുത്രന് കൊടുത്തതെല്ലാം ആ പുത്രൻ പറയുന്നു എൻ്റേതെല്ലാം നിൻ്റേതാണെന്ന്. പിതാവ് കൊടുത്തതെല്ലാം യേശു കർത്താവ് പറയുകയാണ് എൻ്റേതെല്ലാം നിൻ്റേതാണ്, നിൻ്റേത് എൻ്റേതുമാണ്. സ്തോത്രം.
അപ്പം നിന്റെ കയ്യിലിരിക്കണല്ല എനിക്കുള്ളതാണെന്നും യേശു അവിടെ സർട്ടിഫിക്കറ്റ് ചെയ്യും. ഇതൊക്കെ ഒന്നും മനസ്സിലാക്കാതെയാണ് ഇന്ന് നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി ഇതെല്ലാം കഴിഞ്ഞ് അവസാനം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്താണ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ചെയ്യാൻ പോകണമെന്ന് വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. 1 കൊരിന്തി 15 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. 1 കൊരിന്തി 15 അധ്യായം. അവിടെ യേശു കർത്താവ് പറയുന്ന കാര്യം തന്നെ എന്താണെന്ന് വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? ആദാമിൽ അതായത് 15 അധ്യായത്തിൻ്റെ 22 വാക്യം ഞാൻ വായിക്കുകയാണ്. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താൻ്റെ നിരയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു. ഭൂമിയിൽ നിന്ന് ഉയർത്ത് സ്വർഗത്തിൽ ചെല്ലുന്ന ആദ്യ ഫലം ക്രിസ്തുവാണ്. പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കിൽ. പിന്നെ അവസാനം, അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കോളം വാഴേണ്ടതാവുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ടും മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലം അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ അത്രേ എന്ന് സ്പഷ്ടം. അപ്പം എല്ലാം കീഴാക്കി കൊടുത്ത പിതാവാൻ. അപ്പം എല്ലാം കീഴാക്കി കൊടുത്ത പിതാവ് ഒഴികെ ബാക്കി എല്ലാവരെയും കീഴ്പ്പെടുത്തുവാൻ യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തെങ്കിലിരിക്കും. എന്നാൽ ഇവിടെ വേറൊരു സംഭവം പറയുന്നതൊക്കെ സത്യമാണ്. സകലം അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ അത്രയെന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കുമെന്നാണ് അവസാനത്തെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പം അവിടെയും പുത്രൻ പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് പറയുന്നത്. അപ്പം ഇവർ എന്ത് അർത്ഥത്തിൽ ഏത് ഉപദേശം വെച്ചാണ് യേശു ദൈവമാണെന്ന് പറയുന്നത്? ഒരിക്കലും അങ്ങനെ വരാൻ സാധ്യതയില്ല. വചനമൊന്നും വ്യക്തമായിട്ട് വചനം തെളിവാണ്. പിതാവായ ദൈവം പറഞ്ഞിരിക്കുന്നു, നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് പുത്രനും അവന് ഞാൻ പിതാവുമാണ് എന്നാണ് വ്യക്തമായിട്ട് പറഞ്ഞത്. അതിന് മാറ്റമില്ല. പിന്നെ ഇവരെങ്ങനെയാണ് യേശു ദൈവമാണെന്ന് പറയുന്നത്? യേശു ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്. യേശു ദൈവത്തിൻ്റെ പുത്രനാണ്. പിതാവ് ചെയ്യുവാനുള്ള എല്ലാ കാര്യങ്ങളും പുത്രനെ കൊണ്ട് ചെയ്യിപ്പിക്കണം പിതാവ്. അതാണ് പുത്രൻ പറയുന്നത്. യോഹന്നാൻ സുവിശേഷം 17 പിന്നെ പുത്രൻ പറയുന്ന അതാണ്, എൻ്റേതെല്ലാം നിൻ്റേതും നിൻ്റേത് എൻ്റേതുമാണെന്നാണ്. ഇത് മനസ്സിലാക്കുന്നില്ല. വെറുതെ കുറച്ച് ആളുകൾ തർക്കിക്കാൻ വേണ്ടി ജീവിക്കുകയാണ് ഇങ്ങനെ. അവർക്ക് ABCD അറിയാൻ പാടില്ല. വചനത്തിൻ്റെ ABCD അറിയാൻ പാടില്ല. അങ്ങനെ അവർ തർക്കിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ വന്നിരിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ദൈവം ചെയ്ത് ഞാൻ പറയുക, ഇതൊരു ആത്മീയ വിഷയമാണ്, സ്വർഗത്തിൽ ദൈവത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വെറുതെ എടുത്ത് തർക്കിച്ച് ഉള്ള സത്യത്തെ മറിച്ച് കളയാൻ നോക്കരുത്. നിങ്ങൾ ആ വചനം വായിക്കുമ്പോൾ നിങ്ങൾ അവിടെ എഴുതിയിരിക്കുന്ന എന്താണ്, അതിൻ്റെ കോണ്ടക്സ്റ്റ് എന്താണ്, അതെന്താണ്, അതിൻ്റെ ഉദ്ദേശം, അവസാനം എന്താണ്, ഇത് മനസ്സിലാക്കിയിട്ട് വേണം പറയാൻ. അല്ലാതെ നമ്മൾ എന്തെങ്കിലും വായി വന്നതുപോലെ പറഞ്ഞാൽ അത് എവിടെ കൊണ്ട് എത്തിക്കും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൽ പരിചയമില്ലാത്തവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കരുത്. അത് വ്യക്തമായിട്ട് പറയുകയാണ്. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. യോഹന്നാൻ സുവിശേഷം 17:3 പറയുന്നത്, ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതിന് നിത്യജീവൻ. തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത് എന്താണ്? ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവനെന്നാണ്. ഇതൊന്നും മാറിയില്ല. ഒരൊറ്റ ഇതിൽ നിന്ന് വള്ളിപുള്ളി മാറിയില്ല. നിങ്ങൾ എത്ര ശ്രമിച്ചാലും എത്ര വാക്യങ്ങൾ നിങ്ങൾ കൊണ്ടുവന്ന് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കോട്ടി മാറ്റിയാലും ശരി തന്നെ, അത് ഒരിക്കലും ദൈവം പറഞ്ഞ വാക്കിൽ നിന്നൊരു വള്ളിപുള്ളി മാറിപ്പോയില്ല.
അതുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ടി തർക്കിക്കുവാൻ വേണ്ടി നിങ്ങൾ വിഷമിച്ച് ഇരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം, അത് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, റോമാലേഖനം മുതൽ ജൂദയുടെ ലേഖനം വരെ ഒരു 10 പ്രാവശ്യമെങ്കിലും നിങ്ങൾ വായിച്ചു പഠിക്കണം. വായിച്ചു പഠിച്ചതിന് ശേഷമേ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സംസാരിക്കാവൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, ആരോടും വിരോധമുണ്ടായിട്ട് പറയുന്നതല്ല. ഇന്ന് ഇത് അനേകരെ തെറ്റിച്ച് കളയുന്ന ഒരു തന്ത്രമായി മാറിയിരിക്കുകയാണ്. ഇന്ന് ദൈവമില്ലാത്തവരായി മാറിയിരിക്കുകയാണ്. ദൈവമില്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കുന്നു. പിതാവായ ഏക ദൈവമാണ് നമുക്കുള്ളത്. നമുക്കൊരു കർത്താവുണ്ട്. അത് യേശുവാണ്. യേശുവിനെ ദൈവം, പിതാവായ ദൈവം മുദ്ര കുത്തിയിരിക്കുകയാണ്. നമുക്ക് വേണ്ടിയിട്ട് കർത്താവും ക്രിസ്തുവാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടി നിങ്ങളുടെ ആ ഒരു സ്തോത്രം, നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒന്നുകൂടെ ഞാൻ സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല ദൈവം. ഈ ഒരു വ്യവസ്ഥ നമുക്കുണ്ട്. ആ വ്യവസ്ഥ വിട്ടു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ വന്ദനം പറഞ്ഞുകൊണ്ട്